അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹി അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. അല്ലാഹുമ്മ റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സ്വലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഖുദ് ബിയദി കല്ലത്ത് ഹീലത്തി അദ്രിക്കിനി യാ റസൂലല്ലാഹ് യാ ഹബീബല്ലാഹ്. ബഹുമാനമുള്ള സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സഹോദരങ്ങളെ, അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ വാക്കുകൾ, പ്രവർത്തനങ്ങൾ, നമ്മുടെ ഓരോ ചലനങ്ങളും അള്ളാഹു തആലവൻ്റെ പൊരുത്തത്തിലാക്കി തരട്ടെ. ആമീൻ. പ്രിയപ്പെട്ടവരെ, വലിയ ആഘാതങ്ങളും വലിയ ദുഃഖങ്ങളും എല്ലാം നമ്മൾ ചിലപ്പോഴൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൽ ചിലത് നമ്മളെ അങ്ങേയറ്റം ദുഃഖിപ്പിക്കുന്നു എന്ന് മാത്രമല്ല, അതിൻ്റെ ഒരു ആഘാതം എത്ര മായ്ക്കാൻ ശ്രമിച്ചാലും, എത്ര മറക്കാൻ ശ്രമിച്ചാലും മായാത്ത ഓർമ്മകളും ചിന്തകളുമായിട്ട് മനുഷ്യനെ പിടികൂടുന്നു എന്നുള്ളതാണ് ചില വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കഴിഞ്ഞ വെള്ളിയാഴ്ച മിനിഞ്ഞാന്ന് വൈകുന്നേരങ്ങളിൽ, രാത്രികളിൽ നമ്മൾ കേട്ട ഒരു വലിയ വാർത്തയുണ്ട്. മലപ്പുറം ജില്ലയിലെ പാങ് സ്കൂളിൽ, GLP സ്കൂളിലെ അധ്യാപകരും അവരുമായി ബന്ധപ്പെട്ട ആളുകളും സഞ്ചരിച്ച വാഹനം തമിഴ്നാട്ടിലെ വാൾപ്പാറയിൽ വെച്ചിട്ട് അപകടങ്ങൾ സംഭവിക്കുന്നു. 800ഓളം അടി താഴേക്ക് അവർ സഞ്ചരിച്ച ട്രാവലർ മറിയുന്നു. 9ഓളം ആളുകൾ മരണപ്പെടുന്നു. അതിൽ ദമ്പതിമാരുണ്ട്, പ്രായമുള്ളവരുണ്ട്, കുട്ടികളുണ്ട്. അധ്യാപകന്മാരും അധ്യാപികമാരും ഒക്കെ, അതുപോലെ സ്കൂളുമായി ബന്ധപ്പെട്ട പ്രവർത്തിക്കുന്നവർ. എന്തായാലും അവരുടെ ആ വിയോഗം വല്ലാത്ത ഒരു ദുഃഖത്തിന് വഴിയൊരുക്കിയിരിക്കുകയാണല്ലോ. ആ പ്രദേശത്തുള്ള ആളുകൾ എന്ന് മാത്രമല്ല, മലയാളി സമൂഹം മുഴുവനും ആ ഒരു കാര്യത്തിൽ വലിയൊരു ദുഃഖിതരാണ്. എന്തുകൊണ്ട്? സമൂഹത്തിൻ്റെ നന്മകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാണല്ലോ അധ്യാപകരെന്ന് പറയുന്നത്. പ്രത്യേകിച്ച് അവരുടെയൊക്കെ വിയോഗങ്ങൾ, അത് പ്രത്യേകിച്ച് ഒന്നിലധികം ആളുകൾ ഉണ്ടാകുമ്പോൾ, ഒരേ സമയം, ഒരേ യാത്രയിൽ, ഒരേ സമയങ്ങളിൽ അവരുടെ വിയോഗങ്ങൾ ഉണ്ടാകുമ്പോൾ ആ ദുഃഖത്തിൻ്റെ, ആ ഒരു പ്രയാസത്തിൻ്റെയൊക്കെ അളവ് വർദ്ധിക്കുകയാണ്. ഒരു സ്കൂളിൻ്റെ, ഒരു സ്ഥാപനത്തിൻ്റെ നേതാക്കളും അതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൻ്റെ നായകരും, അവരുടെ വിയോഗം എന്ന് പറയുന്നത് അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന, അവിടെ പഠിക്കുന്ന മക്കളുടെ, ആ മക്കളുടെ വലിയൊരു നഷ്ടവുമാണ്. അതിലെ അധ്യാപകന്മാരും അധ്യാപികമാരും ഒക്കെ അവിടുത്തെ ആ വിദ്യാർത്ഥികളുമായി എത്രത്തോളം ബന്ധപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം അവരുടെ ആ ഒരു, അവർക്ക് വലിയ അവരുടെയിലുള്ള ബന്ധങ്ങളുണ്ട് എന്നറിയാൻ വാർത്തകളിൽ അവിടങ്ങളിൽ തടിച്ചുകൂടിയ ജനസമൂഹങ്ങളും അവരുടെ കണ്ണീരുകളും ഒക്കെയാണ് അതിന് ഏറ്റവും വലിയ തെളിവ്. ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടുണ്ട്, അധ്യാപകൻ്റെ മരണം, അറിവുള്ളവൻ്റെ മരണം, അത് ലോകത്തിൻ്റെ മരണമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതായിട്ട് കാണാൻ സാധിക്കും.
അധ്യാപകൻ എന്ന് പറയുന്ന ഒരു സമൂഹത്തെ നല്ല ഒരു സംസ്കാരത്തിലേക്ക് അവരെ കൊണ്ടുവരുന്നവരാണ് അധ്യാപകർ. അവർ വലിയ ബഹുമാനികളാണ്. സമൂഹത്തിൽ അവരാദരിക്കപ്പെടേണ്ടവരാണ്, ബഹുമാനിക്കപ്പെടേണ്ടവരാണ്. അവരുടെ സേവനം വലുതാണ്, വളരെ വലുതാണ്. അവരുടെ സേവനത്തിന് നമുക്കൊരു വേതനം നിർവചിക്കാൻ പറ്റാത്ത വിധം വലിയ ഒരു ദൗത്യം നിർവഹിക്കുന്നവരാണവർ. അവരുടെ ആ ഒരു വിയോഗ വാർത്ത നമ്മെ വല്ലാതെ ദുഃഖിപ്പിച്ചു എന്നുള്ളതാണ് സത്യം. ഇങ്ങനെയുള്ള വേളകളിലൊക്കെ നമ്മൾ ഓർക്കേണ്ടത്, നമ്മൾ ചിന്തിക്കേണ്ടത്, മനുഷ്യൻ ഒന്നിനും കഴിയാത്തവനാണല്ലോ. അതുകൊണ്ടാണ് നിമിഷ നേരം കൊണ്ട്, കുറഞ്ഞ മിനിറ്റുകൾ കൊണ്ടാണ് 9ഓളം ആളുകളുടെ ജീവൻ നഷ്ടപ്പെട്ടത്. ഒരു വാഹനത്തിൽ സഞ്ചരിച്ചവർ പിന്നീട് ഒന്നിലധികം വാഹനങ്ങളിലാണ് അവരുടെ ബോഡികൾ എത്തിയത് എന്നുള്ളതാണ്. ഈ ഒരവസ്ഥ ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഒരു മനുഷ്യന് ചിന്തിക്കാൻ പറ്റാവുന്നതിലപ്പുറമാണ് ഇതിൻ്റെ ആ ഒരു നിലയുള്ളത്. എന്തായാലും നമുക്കിപ്പോൾ ചെയ്യാനുള്ളത് അവർക്കൊക്കെ അവരുടെ ആ ഒരു അവരുടെ കുടുംബത്തിനുണ്ടായ, അവരുടെ നാട്ടുകാർക്കുണ്ടായ ആ ഒരു ദുഃഖത്തിൽ നമുക്കൊക്കെ പങ്കുചേരാം. അവരുടെ കുടുംബങ്ങൾക്കൊക്കെ നന്മ ഉണ്ടാവട്ടെ, അവരുടെ കുടുംബങ്ങൾക്ക് സമാധാനം വരട്ടെ, അവരുടെ വിയോഗത്തിൽ ദുഃഖിക്കുന്ന വിദ്യാർത്ഥികൾക്ക്, മക്കൾക്ക്, അവർക്കൊക്കെ നല്ല ഭാവി വരട്ടെ എന്ന് നമുക്ക് അനുസ്മരിക്കാം. അള്ളാഹു എല്ലാ അപകടങ്ങളെ തൊട്ടും നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. അപകടങ്ങളെ വരുമ്പോൾ പലരും പല കാര്യങ്ങളും ചിന്തിക്കണം. ഗവൺമെൻറ്റുകൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഒരുപക്ഷെ വിയോഗത്തിന് ശേഷം ഗവൺമെൻറ്റുകൾ ഒരുപാട് സഹായങ്ങൾ ചെയ്യുമായിരിക്കും. പക്ഷേ അതിലേറെ പ്രാധാന്യം ഈ ആളുകൾ സഞ്ചരിക്കുന്ന ഇടങ്ങളിലൊക്കെ അവിടെ സഞ്ചാരത്തിന് സൗകര്യപ്രദമാകുന്ന രൂപത്തിലുള്ള റോഡുകൾ, സംവിധാനങ്ങൾ, സൗകര്യങ്ങൾ, അപകടങ്ങളെ വരാതിരിക്കാനുള്ള കാര്യങ്ങൾ ഒക്കെ പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഉണ്ടാവേണ്ടതാണ്. ഉണ്ടാക്കാൻ ഗവൺമെൻറ്റുകൾക്ക് സാധിക്കട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ്. ചില ചുരങ്ങളിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ കൃത്യമായി 2 വാഹനത്തിന് മാത്രം പോകാൻ പറ്റുന്നൊരു സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അതന്നെ ശ്രദ്ധിച്ചു പോയിട്ടില്ലെങ്കിൽ ആ വാഹനം മറിയുന്നൊരവസ്ഥയിൽ നമ്മുടെ കേരളത്തിൽ തന്നെ പല ചുരങ്ങളിലും, കോഴിക്കോട് ജില്ലയും വയനാട് ജില്ലയും ബന്ധിപ്പിക്കുന്ന താമരശ്ശേരി ചുരത്തിലെ ചില ഭാഗങ്ങൾ വളരെ കുടുസായൊരു വഴിയാണ്. അവിടങ്ങളിലൊക്കെ വലിയ ബ്ലോക്കുകൾ ശനി ഞായർ ദിവസങ്ങളിലൊക്കെ വരാറുണ്ട്. അതിനൊക്കെ കൃത്യമായിട്ടുള്ളൊരു പരിഹാരങ്ങളും അതിനുള്ള എളുപ്പവഴികളൊക്കെ എല്ലാവരും കൂട്ടമായി ചിന്തിച്ചുകൊണ്ട് ആലോചിച്ചുകൊണ്ട് ചെയ്യേണ്ടതാണ്. അതിൽ വലിയ ചിന്തകളും ആലോചനകളും ഇങ്ങനെയുള്ള വിഷയങ്ങളിലൊക്കെ വേണ്ടതുണ്ട്. അപ്പോഴാണ് ജനങ്ങൾക്ക് സുരക്ഷിതമായിട്ടുള്ള റോഡുകളും വഴികളും ഒക്കെ ഉണ്ടാകുക. എന്തായാലും അപകടങ്ങൾ വരാതിരിക്കട്ടെ. ആ അപകടങ്ങളെ തൊട്ട് നമ്മളെയും വിദ്യാർത്ഥികളെയും സമൂഹത്തെയും എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.